ഇന്നിപ്പോൾ വീട്ടിലേക്ക് നല്ല കറിയും ഉണ്ടാക്കലും തിരക്കും കാര്യങ്ങളൊക്കെ എന്ന് എനിക്കറിയാം. എന്നാലും ആ സമയം കുറച്ച് നേരം ഈ മണിക്ക് വേണ്ടി അല്ലെങ്കിൽ പാവം മണിച്ചേട്ടന് വേണ്ടി ഇത്തിരി സമയം നീക്കി വെച്ചിട്ട് അല്ലെങ്കിൽ മോളെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ ഉരുളൊക്കെ ഉരുട്ടിയിട്ട് ടി വിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇടയ്ക്ക് കൊച്ചിന് വാരി കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ചായ കൊടുക്കുക. അതിന് പെട്ടെന്ന് ശ്രദ്ധിക്കണം. മോനും ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ ശിരസി കയറാണ്ട് ശ്രദ്ധിക്കും വേണം. അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോണത്, അങ്ങനെ അഭിനയിച്ചതിൽ എൻ്റെ നാടൻ പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, സന്തോഷ് ശിവൻ സാറാണ്. അപ്പോൾ ഈ സന്തോഷ് ശിവൻ സാറ് ഞാൻ കണ്ടിട്ടില്ല എന്ന വരെ, വലിയ ക്യാമറമാനും ഡയറക്ടറൊക്കെയാണ്. പക്ഷെ എന്നാലും അങ്ങനെ ഒരാൾ വേറൊരു സ്ഥലത്ത് പറയണേക്കാണ് മണിയുടെ നാടൻ പാട്ടുകൾ സന്തോഷ് ശിവൻ സാറിന് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് അന്ന് മുതൽ സാറിനെ കാണണം എന്നൊരു തോന്നൽ. അങ്ങനെയാണ് സന്തോഷ് സാറ് അനന്തഭദ്രം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. ഞാൻ ചെന്നു, എൻ്റെ അടുത്ത് ആൾ പറഞ്ഞു, മണിക്കൊരു കാര്യം അറിയാമോ, ഞങ്ങൾ ലണ്ടനിലെല്ലാം ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ മണിയുടെ CD വെച്ചിട്ട് പോകുമ്പോൾ ഒരു സായിപ്പ് ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫോക്ക് സോങ് ഒക്കെ പാടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സായിപ്പും എൻ്റെ നാടൻ പാട്ട് കേട്ടിട്ടാണ് വണ്ടിയിൽ പോവാറ്. സായിപ്പിന് എന്താ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. ഈ നാടൻ പാട്ടിൻ്റെ വരികളൊക്കെ ഇങ്ങനത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല, കടകടകടാന്ന് നിൽക്കണമല്ലേ. അപ്പോൾ അങ്ങനെ അനന്തഭദ്രത്തിൽ എന്നെ വിളിച്ചുകൊണ്ട് മണി ഒരു പാട്ട് ഈ സിനിമയിൽ പാടണം എന്ന്. അങ്ങനെ രാധാകൃഷ്ണൻ സാറാണ് സംഗീത സംവിധായകൻ. ചെന്നു, തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ ഞാൻ കയറി. അപ്പോൾ സാറിൻ്റെ ധാരണ ഞാൻ ഭയങ്കര ശാസ്ത്രീയ സംഗീതത്തിൽ ഡിപ്ലോമ ഒക്കെ എടുത്ത് വന്ന ആളാണെന്നാണ്. 3 കുറിയൊക്കെ തൊട്ട് ഞാൻ വന്നപ്പോൾ സാറ് വിചാരിച്ചു കിട്ടില്ല പാട്ടുകാരനായിരിക്കും വിചാരിച്ചു. അങ്ങനെ സാറ് ഈ ക്യാബിനകത്ത് ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, മണിയെ നമ്മൾ ഈ പാട്ടൊരു പ്രത്യേക രീതിയിലുള്ള പാട്ടാണ്, നല്ല ഹൈ പിച്ചിലുള്ള പാട്ടാണ് എന്ന്. സാറ് രാഗം മൂളി തദന്ന അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന്, സാറേ ഒന്നും നടക്കില്ല, ഇവിടെ പരിപാടി അറിയില്ല, എനിക്കറിയില്ല സാറിന് അവിടെ ഇനി എന്നൊക്കെ എന്ത് സാപ്പാസയിൽ ചീത്ത വിളിച്ചാലും എനിക്ക് ഇതിനെപ്പറ്റി ABCD അറിയില്ല, അതുകൊണ്ട് നമുക്ക് സാപ്പാസ വേണ്ട സാറേ, കിട്ടിയ സമയം കൊണ്ട് നമുക്ക് പാടി തീർക്കാം. അപ്പം എൻ്റെ ഒരു സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, മണി ഒരു കാര്യം മനസ്സിലാക്കൂ, മണി നല്ല ഗായകനാണ്. ഗായകൻ മാത്രമല്ല, മണി വളരെ അക്ഷരസ്ഫുടതയോടുകൂടി പാട്ട് പാടുന്ന ഒരു ഗായകനാണ്. എനിക്ക് മണിയെ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് മണീനെ ഞാൻ ഇങ്ങനെ പാടിപ്പിച്ചത്. കുട്ടിയെ അത് ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ഞാൻ പറഞ്ഞു, സാറേ സോറി എന്ന് പറഞ്ഞു. അല്ല കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തന്നാ, ഒന്ന് പാടി നോക്കിയേ എന്ന് പറഞ്ഞു. അങ്ങനെ പാടിയാണ്. മലമല്ലൂയ തക തക മലമല്ലൂയ, മലമല്ലൂയ തക തക മലമല്ലൂയ, ഹായ് മലമല്ലൂയ തക തക മലമല്ലൂയ, മലമല്ലൂയ തക തക മലമല്ലൂയ, മലമല്ലൂയ. അത് നല്ലൊരു ഓർക്കസ്ട്രേഷനും ഭയങ്കര രസമായില്ല. അനീഫ്ക, ഞങ്ങളെല്ലാവരും ഒരു ഫുൾ ടീം കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അഭിനയിച്ച് തീർത്ത ആ പാട്ട് നമുക്ക് കേൾക്കാം. ഈ മലുമല്ലുല്ലുയ എന്ന് വിചാരിച്ചു ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ വിചാരിച്ചു ഇത് വല്ല ആശ്രമത്തിൽ പറഞ്ഞ വാക്കാണോ എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ നല്ലത് മലുമല്ലുല്ലുയ എന്നാണ്. ഒട്ടുമിക്ക ആൾക്കാരെ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പാടി കേട്ടത്. അപ്പോൾ അതിൻ്റെ വരി മലുമല്ലുല്ലുയ എന്നാണ്. അങ്ങനെ ഒരു നല്ലൊരു പാട്ട് പാടി അഭിനയിക്കാൻ അവസരം തന്ന സന്തോഷ് സാറിനും, പിന്നെ ആ പാട്ട് സംഗീത സംവിധായകൻ രാധാകൃഷ്ണൻ സാറിനും, ഈ സംഗീതം പറയാത്ത ഈ കലാകാരൻ്റെ ഒരു നന്ദി ഇപ്പം അറിയിക്കുകയാണ്.